Last question ഏതാ ചെയ്തേ? I think we have completed that integral form, right? Fourier integral representation, Fourier sine integral representation, Fourier cosine integral representation, and Fourier integral representation. മൂന്ന് നമ്മൾ ചെയ്തില്ലേ? ടൈഫൽ ഏതാ ലാസ്റ്റ് ചെയ്തേ? Find the Fourier sine and cosine integral representation of f of x equal to e raised to minus kx. E raised to minus ax ഉണ്ടല്ലേ? Okay, so clear അല്ലേ? How to find the Fourier integral representation, how to find the Fourier cosine representation, Fourier sine representation. Clear ആണോ നിങ്ങൾക്കത് എല്ലാവർക്കും? F of x is equal to e raised to minus x അല്ലേ? So using Fourier sine integral representation, f of x is equal to e raised to minus x അതല്ലേ സ്റ്റൈഫൽ? E raised to minus kx. Minus Kx. X Okay. greater. X greater than 0, k greater than 0. Cosine integral. Fourier cosine and Fourier cosine integral. അത് രണ്ടും നമ്മൾ ചെയ്തില്ലേ? കണ്ടുപിടിച്ചില്ലേ? Fourier sine and Fourier cosine. Okay. So write down the next question. Okay, so the question is find the Fourier integral representation, sorry, Fourier sine integral representation of the function f of x equal to 1 if modulus of x less than 1 and 0 if modulus of x is greater than 1. Okay, so this is the question. F of x is given to you. You have to find the Fourier sine integral representation. Fourier sine integral representation of this f of x. Okay, so first you have to write what the formula. Okay, you have to write the formula of Fourier sine integral, and that is f of x is equal to what? Fourier sine integral representation formula, and it is 0 to infinity a of omega into cos omega x dx, sorry, d omega. Okay, and where a of omega is equal to what? Sine integral representation, a of omega is equal to 2 by pi into integral 0 to infinity f of v into cos omega v dv, right? So here f of x എങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. So we can find the integral also by splitting this integral. Okay, 0 to infinity വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്ന ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നത്. സോ നമുക്ക് ഇത് എഫ് ഓഫ് വി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻ്റഗ്രലും സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ നോക്ക്, നിങ്ങൾക്ക് ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് ആയിട്ടുള്ള തന്നിട്ടുള്ളത് മോഡ്ലെസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്നോ പറഞ്ഞിട്ടുള്ളത്. സോ യു ഹാവ് ടു ഫൈൻഡ് ദി കറസ്പോണ്ടിങ് ലിമിറ്റ്. ഈ ഇൻഇക്വാലിറ്റീനെ നമ്മൾ ഇൻ്റർവെൽ ആയിട്ട് എങ്ങനെ മാറ്റി എഴുതുക? മോഡ്ലെസ് ഓഫ് എക്സ് ലെസ് ദാൻ എ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ഓക്കെ, മോഡ്ലെസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക.
minus a less than x less than a. Okay, and if it is modulus of x greater than a, ഇത് തന്നെ minus a greater than x greater than a എന്ന് വരും. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും ഈ എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ള ഈ ഒരു ഇൻഇക്വാലിറ്റിയാണ് കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് നെഗറ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, സോ modulus of x greater than a implies x is greater than a. Okay, and modulus of x is less than a implies minus a less than x less than a. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെ കിട്ടും? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ഇംപ്ലൈസ് ഇറ്റ് ഈസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഓക്കെ, ആൻഡ് ഇഫ് മോഡുലസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഇറ്റ് ഈസ് വാട്ട് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇനി എന്താ വേണ്ടേ? നമുക്ക് ഈ ഒരു ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ഹിയർ ദി ഇൻ്റഗ്രൽ സ്റ്റാർട്ട്സ് ഫ്രം 0. അപ്പം 0 തൊട്ടിട്ട് നമ്മൾ തുടങ്ങണം. അപ്പം ഇവിടെ -1 തൊട്ടിട്ട് തുടങ്ങുന്നുണ്ട്, നമുക്കത് ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് 0 തൊട്ടിട്ട് നമുക്ക് വേണ്ടു ഇൻ്റഗ്രേഷൻ വേണ്ടു. യെസ്, ചോദിക്കും. സൈൻ അല്ലേ ക്വസ്റ്റ്യൻ? സൈൻ ഇൻ്റഗ്രൽ. ഓക്കെ ഓക്കെ ഓക്കെ, ആ സൈൻ ഇൻ്റഗ്രൽ. സോ സൈൻ നമ്മൾ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യനിൽ നിങ്ങൾ കോസ് ആയിക്കോട്ടോ. കോസാണ് ക്വസ്റ്റ്യൻ, മാറി. കോസ് ആയാലും സൈൻ ആയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലേ? കോസ് ആട്ടോ. ഫൈൻഡ് ദി ഫോറിയർ കോസ് ഇന്റഗ്രൽ, കൊസൈൻ ഇന്റഗ്രൽ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സോ എഫ് ഓഫ് വി ഇന്റഗ്രൽ 0 to ഇവിടെ കട്ട് ചെയ്യുന്ന 1-ലാണ്. സോ 0 to 1 എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി ആൻഡ് 1 to 1 അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ 1 to ഇൻഫിനിറ്റി. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് വാട്ട്? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. 1-നേക്കാൾ വലുതാണ് എക്സ്. 1 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. സോ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. 0 to 1 എന്താ? ഫംഗ്ഷൻ വാല്യൂ ഇസ് 1. സോ 1 ഇൻറ്റു കോസ് ഒമേഗ വി എന്ന് വരും ഡി വി പ്ലസ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി. ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് 0. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കം 0. Then this is equal to what? 2/π into integral 0 to 1 cos omega v dv, which is equal to 2/π into cos omega v dv. So what is the integral value? Integrating with respect to v. So cos omega v, the integral is sine omega v, and the coefficient of v is omega. So divided by omega, give upper limit and lower limit. And 1/omega is constant, so we can take that constant outside. Then it is sine omega v 0 to 1. Okay, which is equal to 2/π omega into sine omega v. So give upper limit to this v. With respect to v, integrate v upper limit to. Then we will get what? A sine omega v, sine omega into 1. That is sine omega minus sine 0. Therefore, the answer is 2/π omega into sine omega. Okay. So this is what a omega. അപ്പം ഈ ഒരു എ ഒമേഗ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ലാസ്റ്റ് കണ്ടുപിടിക്കണം. ആൻഡ് വാട്ട്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ആണ്. അവിടെ യു ഹാവ് ടു പുട്ട് എ ഒമേഗ ഹിയർ. ദാറ്റ് ഇസ് 2/π ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ വരും. അപ്പം എന്താ ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇസ് വാട്ട്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 to infinity. A of omega is 2/π omega sine omega into this cos omega x d omega. So this is the Fourier cosine integral representation of a given function. Okay, clear?
ക്ലിയർ ആണോ? Is it clear? Okay. ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യട്ടോ. ചെയ്തിട്ട് കിട്ടാത്തത് പോസ്റ്റ് മെറ്റീരിയൽ ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പോസ്റ്റ് മെറ്റീരിയൽ നോക്കുക. So this is the answer. Okay. Now നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദറ്റ് ഈസ് യൂസിങ് Fourier sine integral for f of x is equal to e raised to minus ax. Show that integral 0 to infinity lambda into sine lambda x divided by lambda square plus a square d lambda equal to pi by 2 into e raised to minus ax. Okay. So using Fourier sine integral for f of x is equal to e raised to minus ax, show that the integral 0 to infinity lambda into sine lambda x divided by lambda square plus a square d lambda equal to pi by 2 into e raised to minus ax. Okay. So what is the question? അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്. യു ഹാവ് ടു യൂസ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ. ഓക്കെ. ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. യു ക്യാൻ ഫൈൻഡ് ദി ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എക്സ്. So write Fourier sine integral formula and find the integral representation, Fourier sine integral representation of this given f of x e raised to minus ax. Okay. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് ആ ഫോറിയർ ഇന്റഗ്രൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയണം. വിച്ച് വൺ? ദി ഇന്റഗ്രൽ 0 to infinity lambda into sine lambda x divided by lambda square plus a square into d lambda is equal to pi by 2 into e raised to minus ax നിങ്ങൾക്ക് തെളിയിക്കണം. Okay. So left side is a Fourier integral representation. And ഒരു integral representation ലെഫ്റ്റ് സൈഡിലുള്ള. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ Fourier integral ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് തെളിയിക്കണം. സോ റൈറ്റ് സൈഡിലെ Fourier integral എന്താ? റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ is e raised to minus ax. കണ്ടോ? അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനോടൊരു പൈ ബൈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം. ഓക്കെ. സോ ഫസ്റ്റ് വി ക്യാൻ ഫൈൻഡ് വാട്ട് Fourier sine integral representation of this f of x is equal to e raised to minus ax. So write the formula, that is Fourier integral representation, sine integral representation f of x is equal to integral 0 to infinity b of omega into sine omega d omega. Okay, which is equal to integral 0 to infinity. What is then b of omega is equal to, b of omega കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? It is 2 by pi into integral 0 to infinity f of v into sine omega v dv.
right? And this is equal to 2 by pi into integral 0 to infinity. Function is what? E raised to minus ax. So f of v എന്ന് പറയുമ്പോൾ നിങ്ങളത് വിൻ്റെ ടേംസ് തന്നെ എഴുതണം, ഇത് മാറിപ്പോകരുത്. E raised to minus av into sine omega v dv. Okay. And this is equal to, and ഇതിൻ്റെ integral എന്താ വരിക? It is 2 by pi into integral 0 to infinity e raised to minus a exponential function and sine function. So നമുക്കറിയാം അതിൻ്റെ integral value എന്താണ് വരിക? It is with respect to v, we are integrating and we have two coefficients of v. ഏതൊക്കെയാ? ഒന്ന് മൈനസ് എയും ഒന്ന് ഒമേഗയാണ്. ആൻഡ് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെയാണ് ഇതിൻ്റെ ഫോമുല യൂസ് ചെയ്യാന്ന്. സോ വി ഹാവ് ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വാട്ട്? എ sin bx മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെയല്ലാണ്ട് ഈ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഇസ് 0 to infinity. ഇഫ് ദി ഇൻ്റഗ്രൽ ലിമിറ്റ് ഇസ് 0 to infinity, നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് വെച്ചിട്ടുള്ള ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ആൻഡ് ഈ ഫംഗ്ഷൻ്റെ ഫോം ഇങ്ങനെയായിരിക്കണം: ഇ റേസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ആണെങ്കിൽ ദെൻ ദി ആൻസർ ഈസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, 0 to infinity എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ആൻഡ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും അതേപോലെ തന്നെ സൈൻ ഫംഗ്ഷനുമാണ് നിങ്ങൾക്ക് വന്നെങ്കിൽ, ഓക്കെ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനുമാണ് നിങ്ങൾക്ക് വന്നത് ആൻഡ് ദ ലിമിറ്റ് 0 to infinity ആണെങ്കിൽ ദെൻ വി ക്യാൻ റൈറ്റ് വാട്ട്? സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ദി ആൻസർ ഇസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, സോ ഹിയർ എന്താ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ് വരിക? integral 0 to infinity e raised to minus av into sine omega v dv which is equal to what? ഇതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ ഇതാന്ന് നമുക്ക് എഴുതാം. ലിമിറ്റ് 0 to infinity ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 to infinity അല്ല ലിമിറ്റ്, ഏത് ലിമിറ്റ് ആണെങ്കിലും നമുക്ക് ഇത് എഴുതിയിട്ട് നിങ്ങൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താലും മതി. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ 0 to infinity ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ എഴുതാൻ പറ്റും. ആൻഡ് ദി ആൻസർ ഇസ് വാട്ട്? ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രല് വരിക, ഇൻ്റഗ്രലിൻ്റെ ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ മൈനസ് എ ആണ്. ഓക്കെ, സോ ഇവിടെ വലിയ പ്രശ്നമില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്, പ്ലസും മൈനസും ആയാലും ഇവിടെ വരിക. ഇവിടെ ഇപ്പോൾ പ്ലസ് എ ആണെങ്കിലും ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെ വരിക. പക്ഷെ ഇവിടെയാണ് വ്യത്യാസം. ഓക്കെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്. പറ. ഇ റേസ് ടു എ എക്സ് കാണുന്നില്ലല്ലോ. ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇതാ ഇ റേസ് ടു മൈനസ് എ വി എന്ന് ഇവിടെ എഴുതിയിട്ടില്ലേ? എഫ് ഓഫ് വി ഇൻറ്റു സൈൻ ഒമേഗ വി അല്ലേ? സോ എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ആണ് ഇ റേസ് ടു മൈനസ് എ എക്സ്. സോ എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എ വി. ലാസ്റ്റ് സ്റ്റെപ്പിലെ കാണുന്നില്ലല്ലോ. ഇതിലാ? അത് ഈ ഒരു ഇന്റഗ്രൽ ഇല്ലേ, ഇതിന്റെ നമ്മൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ആ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് ഇത്, ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പൊ അതില് അതായത് ഈ ഇ റേസ് ടു എ വി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വന്നു, പക്ഷെ ഇതിൽ വന്നിട്ടില്ല എന്നാ?
അതെന്താ വെച്ചാൽ നമ്മളിവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണ്ടേ, 0 to ഇൻഫിനിറ്റിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും. സോ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആയി പോകും. ലോവർ ലിമിറ്റിൽ നമ്മൾ എന്താ കൊടുക്കുന്ന, 0 ആണ് കൊടുക്കുന്ന ലിമിറ്റ്, ഇ റേസ് ടു 0 എന്ന് വരും. അപ്പൊ ഇ റേസ് ടു 0 1 അല്ലേ, അപ്പം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനേ വരുന്നില്ലല്ലോ. അപ്പർ ലിമിറ്റിൽ ഫുള്ള് പോയി, ലോവർ ലിമിറ്റിൽ ഇ റേസ് ടു 0 എന്നുള്ളത് 1 ആയി. സോ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വരൂല. ഇങ്ങനെയായിരിക്കും അതിന്റെ ആൻസർ കിട്ടുക. എങ്ങനെ? ഇ റേസ് ടു ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0, ഇ റേസ് ടു ഇൻഫിനിറ്റി ഇസ് ഇൻഫിനിറ്റി. താങ്ക്സ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആൻസർ 2/π ഇൻറ്റു ഒമേഗ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ആൻഡ് ദിസ് ഇസ് ദി ബി ഓഫ് ഒമേഗ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ. സോ ബി ഓഫ് ഒമേഗ ഇസ് നമുക്ക് എന്താ കിട്ടിയത്? 2 ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 2 a square plus omega square into what? This sine omega d omega എന്ന് കിട്ടും. നമ്മൾ ഇന്റഗ്രൽ കണ്ടുപിടിച്ചു, സൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചു. നൗ നമുക്ക് എന്ത് ചെയ്യാം? 2/π is constant അല്ലേ? സോ നമുക്ക് ആ 2/π പുറത്തെടുക്കാം. 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ഡി ഒമേഗ. റൈറ്റ്, ആൻഡ് ഈ 2/π നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ്. റൈറ്റ്, സോ ഹിയർ എഫ് ഓഫ് എക്സ്, ഈ ഒരു 2/π നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എടുത്താൽ നമുക്ക് എന്താ വരിക? π/2 വരൂലേ? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ഒമേഗ എന്ന് വരും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എ എക്സ് അല്ലേ? ക്വസ്റ്റനിൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എ എക്സ് ആ. സോ π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് ഇസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി നമുക്ക്? ഇറ്റ് ഈസ് 0 ടു ഇൻഫിനിറ്റി ഒമേഗ ബൈ a square plus omega square into sine omega d omega. Okay, and which implies what? നിങ്ങൾ നോക്കി, ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് π/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ആൻഡ് ദിസ് ടേം ഇസ് വാട്ട്? ലാംഡ ഇൻറ്റു സൈൻ ലാംഡ എക്സ്. പക്ഷെ ഇവിടെ ഒമേഗ ഇൻറ്റു ഒമേഗ എക്സ് ആണ് എക്സിൻ്റെ. ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ആണ്. ഇവിടെ ഒമേഗക്ക് പകരം ലാംഡ ഉള്ളത്. ഡിനോമിനേറ്റർ ഓൾസോ വാട്ട്? എ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ. ഹിയർ ഓൾസോ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ? ഇവിടെ ലാംഡയാണ്, ഇവിടെ ഒമേഗയാണ്. അപ്പൊ അത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒമേഗനെ മാറ്റിയിട്ട് ഇവിടെ ലാംഡ കൊടുക്കാം, വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗക്ക് പകരം ലാംഡ കൊടുത്താൽ എന്ത് വരും? ലാംഡ ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. ഇത് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ, പുട്ട് ഒമേഗ ഈക്വൽ ടു ലാംഡ, ദെൻ വിൽ ഗെറ്റ് ദി ആൻസർ. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ആ നിഹാരിക ചോദിക്കും. പരീക്ഷയ്ക്ക് എത്ര ദിവസം ചാപ്റ്റർ എടുക്കുക? പരീക്ഷക്ക് എത്ര ദിവസം ചാപ്റ്റർ എടുക്കുക? പരീക്ഷക്ക് എത്ര ചാപ്റ്റർ ആണോ എടുക്കുമെന്നാണോ? അല്ല, ഇനിയുള്ള ദിവസത്തില് എത്ര വരെയാ പഠിപ്പിക്കുക? ഇനി ഒരു 3 ദിവസം കൂടെ നമുക്ക് ക്ലാസ് കിട്ടുമായിരിക്കും. ആ 3 ദിവസം കൊണ്ട് നമ്മളെ പോർഷൻ മിക്കവാറും തീരും. കാരണം ലാസ്റ്റ് ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ.
ഇനി നമ്മളിപ്പോൾ ഫോറിയർ ഇൻറ്റഗ്രലാണ് പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് പഠിക്കും. പിന്നെ അതിൻ്റെ ഒരു ടോപ്പിക്കും കൂടി കിട്ടും, കൺവല്യൂഷൻ. സോ അത് വേഗം തീരും. ഓക്കെ, 3-4 ചാപ്റ്റർ. നിങ്ങൾക്ക് 27 തിങ്കളാഴ്ചയല്ലേ എക്സാം വരുന്നത്. അപ്പം അടുത്ത ആഴ്ച കംപ്ലീറ്റ് ക്ലാസ് കിട്ടൂലേ അല്ലേ? എപ്പോഴാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ടൈം ടേബിൾ വന്നില്ലേ? ഐ തിങ്ക് 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം. ഓക്കെ, അപ്പോൾ സമയമുണ്ടല്ലോ. നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. ഇത്രയും കാലം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് നിങ്ങൾ ഈ ഒരു 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചതിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ടുള്ളൊരു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒക്കെ അധികം ആ ഒരു കോമ്പിനേഷനാണ് നിങ്ങളോട് ചോദിക്കുക എക്സാമിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയം ഉണ്ടാവില്ല, വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു സ്റ്റഡി ദ ഫോർമുലാസ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പം ഈ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെയും നമ്മളെ തൊട്ട് മുന്നിലത്തെ 4th മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. ട്രാൻസ്ഫോംസിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫോർമുലാസാണ്. ശരിക്കും 6th മൊഡ്യൂളിൽ അല്ല, സോറി 5th മൊഡ്യൂളിൽ എളുപ്പത്തിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഫോർമുലാസ് പഠിക്കാൻ വേണ്ടി പറ്റും. ഒരേപോലത്തെ ഫോർമുല, കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്കും ഈ ഒരു മൊഡ്യൂളിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫോം ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കംപ്ലീറ്റ് ആയി. സോ പിന്നെ നിങ്ങൾ എക്സാമിന് 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ആണ്. 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ആണ് എക്സാമിന് ഉണ്ടാവുക. 4th മൊഡ്യൂൾ ഓൾറെഡി നിങ്ങൾ S2 നമ്മൾ കുറച്ച് ഭാഗമല്ലേ ഇട്ടുള്ളൂ, കുറച്ചല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 4th മൊഡ്യൂൾ ഒന്നുകൂടെ പഠിക്കുക, 5th മൊഡ്യൂളും നന്നായിട്ട് പഠിക്കുക. അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സീരീസ് എക്സാം, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ആവാറായില്ലേ, അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഫോറിയർ ട്രാൻസ്ഫോം. നമ്മൾ പറയാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോം. ഇത്ര സമയം നമ്മൾ പഠിച്ചെന്താ? ഹൗ ടു റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ ഇൻ ഇൻറ്റഗ്രൽ ഫോം. ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ ആ ഫംഗ്ഷനെ ഇൻറ്റഗ്രൽ ആക്കിയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബൈ യൂസിങ് ഫോറിയർ. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ഫോം ആണ്. ഇപ്പം ഇത്ര സമയം പഠിച്ചൊക്കെ അവിടെ വെക്കുക, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഫോറിയർ ട്രാൻസ്ഫോം. ഹൗ ടു ട്രാൻസ്ഫർ എ ഫംഗ്ഷൻ ടു അനദർ ഫംഗ്ഷൻ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ എന്താ ചെയ്ത്, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും. അതിനെ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന എസ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു ബൈ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് എക്സിലുള്ള ഫംഗ്ഷനാണ് നിങ്ങൾക്ക് തരുക. ആൻഡ് യു ക്യാൻ കൺവേർട്ട് ദറ്റ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ. ഓക്കെ, എഫ് ഓഫ് ഒമേഗ ആക്കിയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യും ബൈ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ യു ഹാവ് ഫോർമുല ഫോർ converting or transforming this function, and that is Fourier transform formula. എളുപ്പമുള്ള ഫോർമുലയാണ്. ഫോറിയർ ഇൻറ്റഗ്രേഷൻ്റെ അത്ര ഒന്നും ചെയ്യാനില്ല ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇറ്റ് ഇസ് വെരി ഈസി. സോ Fourier transform. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് തരുക. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരും. നിങ്ങൾ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ആൻഡ് ആ ട്രാൻസ്ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എഫ് ഓഫ് ഒമേഗ. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റൈൽ ആക്കിയിട്ടാണ് എഫ് ഒക്കെ എഴുതുക ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ. അല്ല നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം. എക്സിലായിരിക്കും നിങ്ങളെ ഫംഗ്ഷൻ ഉണ്ടാവുക, ഒമേഗയിലായിരിക്കും നിങ്ങൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുക. ഓക്കെ, ബൈ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം ഫോർമുല. ആൻഡ് സിമിലർലി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമും ഉണ്ട്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും?
Inverse Fourier transform means what? നിങ്ങൾക്ക് ട്രാൻസ്ഫോം തരും, അതായത് എഫ് ഓഫ് ഒമേഗ തരും, ഒമേഗയിലുള്ള ആ ഒരു ഫംഗ്ഷൻ തരും. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ മീൻസ് വാട്ട്? ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ഒരു ട്രാൻസ്ഫോം വന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ എന്താ കണ്ടുപിടിക്കുന്നത്? പറ. എന്താ ആ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് മീൻസ് ഓപ്പോസിറ്റ് തന്നെ. ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്നിട്ട് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ നമുക്ക് എഫ് ഓഫ് ഒമേഗ കിട്ടും. ഓക്കെ, ഇനി എഫ് ഓഫ് ഒമേഗ തന്നിട്ട് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ആകർഷ് നമ്മൾ എഫ് ഓഫ് എക്സിലല്ലേ ഫംഗ്ഷൻ പറയുന്നത്, അപ്പം എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സിന് ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒമേഗയിലാക്കും എഫ് ഓഫ് ഒമേഗ. ആ എഫ് ഓഫ് ഒമേഗനെ തിരിച്ച് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുക? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫോമുല ഒന്ന് നോക്കുക. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം, ജനറൽ ആയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ വി വിൽ ഡിസ്കസ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. ഓക്കെ, so what is Fourier transform? Fourier cosine transform. അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ ഫൊറിയറിന്റെ കൊസൈൻ ട്രാൻസ്ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ വെച്ചാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിന് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഓഫ് ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കുറേ ഫോം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം അല്ലേ, അപ്പം നമ്മളിതിനെ എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ സി എന്ന് പറയും. കോസ് ആകുമ്പോൾ ഇവിടെ സി എന്ന് കൊടുക്കുക, എഫ് ക്യാപ്പ് ഓഫ് ഒമേഗ. ഓക്കെ, അപ്പം ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. സോ ഞാനിപ്പം എഫ് ക്യാപ്പ് ഓഫ് സി എന്ന് എടുക്കാം. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ഫോർമുല ഇസ് റൂട്ട് 2/π into integral zero to infinity f of x into cos omega x dx. So this is the Fourier cosine transform. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് ട്രാൻസ്ഫോം ഓഫ് ഗിവൺ എഫ് ഓഫ് എക്സ്. ഓക്കെ, എന്താ നമ്മളിവിടെ ചെയ്യുന്നത്? Fourier cosine transform is equal to root 2/π into integral 0 to infinity f of x into cos omega x dx. നമ്മളെ എഫ് ഓഫ് എക്സിന് ആരെയാണോ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ആ ഫംഗ്ഷന് നമ്മൾ കോസ് ഒമേഗ എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. കൊസൈൻ ട്രാൻസ്ഫോം ആകുമ്പോൾ കോസ് ഒമേഗ എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to infinity, അതിന് നമ്മൾ റൂട്ട് 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ ഫോമിൽ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഇൻവേഴ്സ് ഇപ്പം തന്നെ പഠിക്കണേ ഫോർമുലാസ് ഒക്കെ. ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻവേഴ്സ് മീൻസ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുക. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity. ഇവിടെ എഫ് ഓഫ് എക്സ് അല്ലേ, ഇവിടെ എന്തായിരിക്കും? ഫൊറിയർ ട്രാൻസ്ഫോം കൊടുക്കുക. നിങ്ങൾക്ക് ഫൊറിയർ ട്രാൻസ്ഫോം തരും ക്വസ്റ്റ്യനിൽ. ആ ട്രാൻസ്ഫോം തന്നിട്ടാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ ആ ട്രാൻസ്ഫോം ആണ് ഇവിടെ എഴുതുന്നുണ്ട്. കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ കൊസൈൻ ട്രാൻസ്ഫോം ഇവിടെ എഴുതുക. ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡയറക്റ്റ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല. ആൻഡ് ദിസ് ഈസ് ഇൻവേഴ്സ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഓക്കെ,
സിമിലർലി നമുക്ക് എന്ത് എഴുതാം? ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഉണ്ട്. സെയിം ഫോർമുല തന്നെ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ? ഇവിടെ കോസിന് പകരം സൈൻ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എഴുതാം. പിന്നെ റെപ്രസെന്റേഷൻ ഇവിടെ സി എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും? എസ് എന്ന് എഴുതും സൈൻ ആകുമ്പോൾ. So that is Fourier sine transform. Okay. Clear ആണോ ട്രാൻസ്ഫോം? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ക്ലിയർ ആണോ Fourier ട്രാൻസ്ഫോം? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം. റോൾ നമ്പർ പറഞ്ഞേ. 1 Present. 2 3 4 5 6. 7 8. 9 10 11 12 13 14 15. 16 17. 18 19 20 21 22 23 24 26 Misbah 27 27 28 Shibilia 29 29 30 31 32 33. 34 35 36 37. 38 Fahad 39 38 ഉണ്ടോ? ഓക്കെ. 39 40 41 41 42 44 46 47 48 49 45 ഉണ്ടോ? 45 നിവേദിത 45 45 present, ma'am. ഓക്കെ. 46 47 48 49 51 52 53 54 55. 56. 57 58 59 60 60 60 61 61 62 Pranav 62 62% Zelia 63 okay. So absent is
ഉണ്ടല്ലേ. മിസ്ബ. ഫഹദ്. ഫഹദ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.